മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കത്തിൽ മേയർക്കും എം.എൽ.എക്കുമെതിരെ കേസെടുക്കും. മേയർ ആര്യ രാജേന്ദ്രനും എം.എൽ.എ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാൻ വഞ്ചിയൂർ കോടതി ഉത്തരവിട്ടു. വിവരങ്ങളുമായി ജിബിൻ ജെ.ബി ചേർന്നു. ജിബിൻ, മേയർക്കും അതുപോലെ സച്ചിൻ ദേവ് എം.എൽ.എക്കുമെതിരെ കേസെടുക്കാത്തതിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു, വലിയ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഏതോ കോടതിയെ സമീപിച്ച് ഹർജി നൽകിയത്. ഇപ്പോൾ കേസെടുക്കാനുള്ള നടപടിക്ക് തുടക്കവുമായിരിക്കുന്നു. വിവരങ്ങൾ സേതു കഴിഞ്ഞ 27-ാം തീയതിയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അതുപോലെ തന്നെ എം.എൽ.എ സച്ചിൻ ദേവും ഇത്തരത്തിൽ കെ.എസ്.ആർ.ടി.സി ഡ്രൈവറുമായുള്ള തർക്ക വിഷയമുണ്ടാകുന്നത്. ഇതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഡ്രൈവർ ഏതു പരാതിയുമായൊക്കെ തന്നെ പോയിരുന്നുവെങ്കിൽ കണ്ടോൺമെന്റ് സ്റ്റേഷനിലും സിറ്റി പോലീസ് കമ്മീഷണറും പരാതി നൽകിയിരുന്നുവെങ്കിലും പരാതി സ്വീകരിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ഈ ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള ബൈജു നോയൽ ഇത്തരത്തിലൊരു ഹർജി നൽകുന്നത്. ഇന്നാണ് ഡ്രൈവർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവറായിട്ടുള്ള യദു രാവിലെ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെത്തി CJM കോടതിയിൽ പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് CJM 3 വഞ്ചിയൂർ കോടതി കണ്ടോൺമെന്റ് പോലീസിന് ഇത്തരത്തിൽ ഇവർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെതിരെയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും എം.എൽ.എയുമായിട്ടുള്ള സച്ചിൻ ദേവിനെതിരെയും കേസെടുക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു കേസും, അതായത് ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏക മാർഗമായിരുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സിന്റെ മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ളവ ബസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കെ.എസ്.ആർ.ടി.സി ഡ്രൈവറും ആരോപണ വിധേയനുമായിട്ടുള്ള പല രീതിയിൽ, അതായത് ഇത്തരത്തിൽ മേയർക്കെതിരെ പരാതി നൽകുവാനായിട്ട് സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചിരുന്നു. പക്ഷേ യദുവിന്റെ പരാതികളൊന്നും തന്നെ സ്വീകരിച്ചില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോടതി നൽകിയ പരാതി സ്വീകരിക്കുകയും ഇത്തരത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള എം.എൽ.എ സച്ചിൻ ദേവിനെതിരെ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി ജിബിൻ, വ്യക്തമാണ്. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്.